ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ 40-ാം ദിവസമായ ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇവിടെ സന്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ കൃപയുടെ കാലം എന്നാണ്. നോമ്പിൻ്റെ കാലം അത്യന്തം വിലപ്പെട്ട ദൈവിക വിളിയുള്ള കാലമാണ്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ ഇപ്പോഴാണ് കൃത്യമായ സമയമെന്നും ഇതാണ് രക്ഷയുടെ ദിവസം എന്നാണ് പറയുന്നത്. 6-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു: പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്നാണ്. നമ്മളെ പ്രതിദിനം ദൈവം കാത്തു നിൽക്കുന്നു, തൻ്റെ കൃപയും കരുണയും കൊണ്ട് നമ്മെ മാറ്റുവാനാണ്. ഈ വിശുദ്ധ കാലത്ത് നാം നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടത്, എൻ്റെ പ്രാർത്ഥനയും ഉപവാസവും അങ്ങേയറ്റം മനസ്സുമാറ്റത്തിൻ്റെ ഭാഗമാണോ? എനിക്ക് ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമാക്കാതെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന്. നാം നോമ്പ് നോറ്റും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ നമ്മുടെ നോമ്പ് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും വിശ്വാസം എത്രമാത്രം അർത്ഥമുള്ളതും എത്രമാത്രം ഉചിതമായതുമാണെന്ന് ഞാൻ ചിന്തിക്കേണ്ടത്. പൗലോസ് തൻ്റെ ജീവിതം പറഞ്ഞു വയ്ക്കുന്നത് തല്ലുകളും കഷ്ടതകളും ഉണ്ടായിരുന്നുവെങ്കിലും ദൈവവചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും സ്നേഹത്തിലൂടെയും ജീവിച്ചു തുടങ്ങുന്ന ജീവിതം, അതാണ് യഥാർത്ഥ പ്രതിഫലമാകുന്ന ജീവിത ശുശ്രൂഷ. നോമ്പിൻ്റെ കാലത്ത് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാനുള്ള ഒരു സമയം കൂടിയാണ്. ദൈവം നമ്മെ ആഴത്തിൽ കണ്ടുമുട്ടാനുള്ള സമയമാണ്. പ്രാർത്ഥനകളും ഉപവാസങ്ങളും എന്നിവ എല്ലാം കൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം സമ്പൂർണ്ണമാക്കുമ്പോൾ ഈ കൃപയുടെ സമയം പൂർണ്ണതയോടെ ഉപയോഗിക്കപ്പെടേണ്ടത് നമ്മുടെ ദൗത്യമാണ്. നാം ദൈവം കാത്തിരിക്കുന്ന മകനും മകളുമാണ്. അവൻ ഇന്ന് നമ്മോട് പറയുന്നത്, മകനെ മകളെ, ഈ നോമ്പിൻ്റെ കാലം നമ്മൾ കഴിക്കുന്ന ഓരോ പ്രാർത്ഥനകളും നമ്മൾ ചിലവാക്കുന്ന ഓരോ സമയങ്ങളും നമ്മുടെ ഉപവാസങ്ങളൊന്നും വെറുതെയാവില്ല. നാം ദൈവസന്നിധിയിൽ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ആവശ്യങ്ങൾ നാം ദൈവസന്നിധിയിൽ എങ്ങനെ പങ്കുവെക്കണം എന്നുള്ളതാണ്. ഇവിടെ 3-ാം വാക്യം മുതൽ പൗലോസ് തൻ്റെ ശുശ്രൂഷയുടെ സാഹചര്യങ്ങളെയാണ് വിവരിക്കുന്നത്. ഉപദ്രവങ്ങളും തടവുകളും തല്ലുകളും കഠിന പ്രയാസങ്ങളും ഒക്കെ നേരിട്ടിട്ടും വിശുദ്ധിയിലും അറിവിലും ദൈവശക്തിയിലും ധൈര്യമായി തൻ്റെ സത്യം പിടിച്ചു നിന്നു. എല്ലാറ്റിനുമിടയിലും കഷ്ടതയിലൂടെയും കടന്നു പോകുമ്പോഴും ആത്മീയ ഐശ്വര്യത്തിൽ സമ്പന്നരായി നിലകൊള്ളുന്നതിന് താൻ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നതാണ്. നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ ത്യാഗത്തിൻ്റെയും ആത്മീയവിശുദ്ധിയുടെയും സമയമാണ്. പൗലോസിൻ്റെ ജീവൻ നമ്മെ ആത്മസംയമനത്തിലേക്കും ദൈവവചനത്തിലും പതിയെ ആഴമെടുക്കാൻ പ്രചോദിപ്പിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ പലരും വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടമാണ്. നാം അവരെയെല്ലാം ചേർത്ത് പിടിച്ച് നമ്മുടെ ശുശ്രൂഷകളും അവരോടൊപ്പം ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ദൈവിക കാര്യങ്ങൾ അവരോട് പങ്കുവെച്ച് അവരെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്നതാണ് നാം ഓരോരുത്തരുടെയും ദൈവിക ദൗത്യം എന്ന് പറയുന്നത്. പലരും പല പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ വാക്കുകൾ അവരെ കൂടുതൽ ചേർത്ത് നിർത്താനും കൂടുതൽ അവരെ സന്തോഷിപ്പിക്കാനും ഒക്കെ ഇടയാകും. നാം എടുക്കുന്ന നോമ്പ് ഉപവാസവും ഒക്കെ എന്തിന് കാരണമാകുന്നു? അതിനൊരർത്ഥം വരും. എന്താണ് നമ്മുടെ നോമ്പും കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്? മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും മറ്റുള്ളവരെ കരുതുവാനുമുള്ള ഒരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അനേകർ സമൂഹത്തിൽ തള്ളപ്പെടുമ്പോഴും ഒരാളെയെങ്കിലും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസം മൂലം മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇന്ന് സമൂഹത്തിൽ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും മടിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നാം മറ്റുള്ളവരുടെ കുറവുകളറിഞ്ഞ് മറ്റുള്ളവരുടെ പ്രയാസങ്ങളറിഞ്ഞ് അവരോട് കൂടെ ചേർന്ന് നിന്ന് അവരോടൊപ്പമായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാവണം. നമ്മുടെ നോമ്പും പ്രാർത്ഥനകളും മറ്റുള്ളവർക്ക് ഏറെ പ്രയോജനപ്പെടുന്നതൊക്കെ ആക്കണം. അതിന് നാം ഓരോരുത്തർക്കും ഈ നോമ്പ് കാലഘട്ടം ഇടയാക്കട്ടെ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ ദാരിദ്ര്യത്തിലും പലരെയും സമ്പന്നരാക്കുവാൻ കഴിവുള്ളവരാണ്. അവരുടെ ദുഃഖത്തിൽ നാം പങ്കുചേർന്ന്
അവരെ സമ്പന്നരാക്കുവാനും ധനവാന്മാരാക്കുവാനും നമ്മുടെ ഓരോ വാക്കുകൾ കഴിയും. ആരും ഏകനായി തീരാതെ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ കൂടെ ഒപ്പമാകുവാൻ നമ്മുടെ നോമ്പ് പ്രാർത്ഥന നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് മറ്റുള്ളവരുടെ കൂടെ നടക്കുവാനും മറ്റുള്ളവരെ കരുതുവാനുമുള്ള മനസ്സ് നാം ഓരോരുത്തർക്കും ഇടയാകണം. നമ്മുടെ നോമ്പ് പ്രാർത്ഥന ഉപവാസവും മറ്റുള്ളവർക്ക് ഏറെ പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ധ്യാനത്തെ നിർത്തുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.